ആ ഗോകുലിനെ വെച്ച് കമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമാക്കാനുള്ള സച്ചിയുടെ ഒരു പദ്ധതിയും ഇനി നടക്കാൻ പോകുന്നില്ല. ഗോകുൽ ഇപ്പൊ ശരിക്കും സച്ചിയെ വെറുത്തു കഴിഞ്ഞു. സമൃദ്ധയ്ക്ക് പിന്നാലെ നടക്കുന്ന ഒരു ഭ്രാന്തനെന്ന് മാത്രമാണ് സച്ചിയെക്കുറിച്ച് ഇപ്പോൾ ഗോകുൽ വിചാരിക്കുന്നത്. ഇവൻ കോടതിയിൽ വാ തുറന്നാ പിന്നെ സച്ചിയുടെ അധ്യായം അവിടെ തീരും. സന്ദീപേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോന്ന്? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. സച്ചിയുടെ വക്കീൽ കോടതിയിൽ ചോദ്യം ചോദിക്കുമ്പോ ഒന്നും തെറ്റിപ്പോരുത്. കോടതിയില് നീ പറയുന്ന വാക്കില ഈ ഏടത്തിയുടെ ഇനിയുള്ള ജീവിതം. ഏടത്തി അതോർത്ത് പേടിക്കണ്ട. ആ വക്കീല് പെണ്ണുമ്പോൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ. പറയേണ്ട ഉത്തരങ്ങള് മണിയായിട്ട് ഞാൻ പറയും. എന്റെ ഏട്ടത്തിക്ക് ദോഷം വരുന്ന ഒന്നും ഈ സന്ദീപിന് നാവിന്ന് വീഴില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. നിന്റെ സ്വന്തം ഏട്ടനെ അപ്പുറത്ത്, അത് ഓർമ്മ വേണം. പിന്നെ സ്വന്തം ഏട്ടൻ പോലും. ആ ബന്ധമൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞതാ. ഏട്ടനാണത്ര. അയാള് എന്നെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. സ്വന്തം കുടുംബത്തിനെതിരെ നിൽക്കരുത് പോലും. എന്റെ കുടുംബം ഇതേ ഇപ്പൊ ഇതാ. ഏട്ടത്തെയാണ് എന്റെ ദൈവം. കോടതിയിൽ ഏട്ടത്തി ഈ കേസ് ജയിച്ചിരിക്കും. സന്ദീപ് ഒരു വാക്ക് പറഞ്ഞാലേ അതിനൊരു മാറ്റവും വരില്ല. സന്ദീപേ, ഇത് കളിയല്ല. കോടതിയിൽ കയറുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കുറെ കോടതി കണ്ടിട്ടുള്ളതാ വക്കീലെ. പക്ഷെ ഈ അവസ്ഥയിൽ മദ്യപിച്ചുകൊണ്ട് കോടതിയിൽ വരാൻ പാടില്ല. ചിലപ്പോ പിടിച്ചകത്തിടും. പിന്നെ അതൊക്കെ സന്ദീപ് സാറ് ചെയ്തോളും. കോടതിയിൽ വരുമ്പോ സാറ് മദ്യപിക്കില്ല, അല്ലേ സാറേ? വളരെ പക്വതയോടെ വേണം കോടതിയിൽ സംസാരിക്കാൻ. സച്ചി ആകെ മാനസിക നില തെറ്റിയ നിലയിലാണെന്നും അയാളുടെ വാദങ്ങൾ വെറും കെട്ടുകഥകളാണെന്നും നമ്മൾ തെളിവ് സഹിതം സമർത്ഥിക്കണം. സന്ദീപേ, വക്കീല് പറഞ്ഞ സന്ദീപിന് മനസ്സിലായോ? ഏട്ടത്തി വിഷമിക്കണ്ട. കോടതിയിൽ പറയാനുള്ളതല്ല എന്റെ മനസ്സിൽ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. അയാളോടുള്ള എന്റെ എല്ലാ കളിയും ഞാൻ കോടതി വെച്ച് തീർക്കും. വക്കീലേ, തനിക്കറിയോ 10 വർഷം ഈ നാട് മുഴുവൻ അയാൾ അലഞ്ഞു നടന്നത് ഭ്രാന്ത് കൊണ്ടല്ലേ? അർച്ചനടുത്ത് മരിച്ചെന്ന് ലോകം മുഴുവൻ പറഞ്ഞിട്ടും അയാളത് സമ്മതിച്ചില്ല. ഭാര്യയും മോളും ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞ് ബോധമില്ലാതെ നടക്കുന്ന അയാൾക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് ഞാൻ കോടതി പറയും. എന്താ അങ്ങനെ പറഞ്ഞാ പോരെ? പോരെ ഏട്ടത്തി? മതി, നിന്നെ എനിക്ക് വിശ്വാസാ. നീ എന്റെ യഥാർത്ഥ കൂടപ്പിറപ്പ്. കോടതി പോയി വരുമ്പോ ഇതിനൊരു സമ്മാനം ഞാൻ നിനക്ക് പ്രത്യേകം തരുന്നുണ്ട്. നന്ദേട്ട ഏട്ടത്തിയെ ഡിവോഴ്സ് ചെയ്തത് ഏറ്റവും വലിയ തെറ്റായി പോയി. ഇല്ലായിരുന്നെങ്കിൽ ഏട്ടത്തി ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നേനെ. എല്ലാരും കൂടി എന്റെ ഏട്ടത്തി ഒരുപാട് ദ്രോഹിച്ചു. എടോ വക്കീലെ, തനിക്കറിയോ ഈ ഏട്ടത്തിയെ എന്റെ വീട്ടിലെ വിളക്കായിരുന്നു. വിളക്ക്. ലക്ഷ്മി ദേവിയെ പോലെയുള്ള ഏട്ടത്തിയെ എല്ലാരും കൂടി അവിടെ അടിച്ചിറക്കിയത്. കൊള്ളാം, സച്ചി സാർ നല്ല ഫോമിലായി. സാറ് കോടതിയിൽ ശരിക്കും കലക്കും. കലക്കും. സ്വന്തം അനിയൻ തന്നെ ഇത് പറയുമ്പോ ജഡ്ജിക്ക് പിന്നെ ഒരു സംശയവും ഉണ്ടാവില്ല. ജഡ്ജി എന്താ മൂർത്തി, മനുഷ്യനല്ലേ? കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? കോടതിയൊന്നുമേ എനിക്കൊരു പ്രശ്നമല്ല, ജഡ്ജിയും പ്രശ്നമല്ല, അവരുടെ വക്കീലും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. മാഡം, ഒരു പ്രശ്നമുണ്ട്. ഇയാൾ കോടതിയിൽ ഇതുപോലെയാണെങ്കിൽ സംഗതി കുഴയും.
ആൽക്കഹോളിക്കായ ഒരാളുടെ മൊഴി കോടതി എത്രത്തോളം മുഖവലിക്കെടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. സച്ചി പക്ഷേ ക്ലീൻ ഇമേജിലാണ് നിൽക്കുന്നത്. കോടതിയിൽ സന്ദീപിന്റെ കാര്യം പാളിപ്പോയാൽ നമ്മൾ വേറെ തെളിവുകൾ അന്വേഷിക്കേണ്ടി വരും. വക്കീലെ, എനിക്കതൊന്നും അറിയണ്ട. ഏത് വഴി ഉപയോഗിച്ചും നമ്മൾ ഈ കേസ് ജയിക്കണം. സന്ദീപിനെ എങ്ങനെ കോടതി പ്രസന്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ മിടുക്ക. പക്ഷേ എന്ത് ചെയ്തിട്ടായാലും വിധി നമ്മുടെ കൂടെ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒറ്റകൈ പ്രയോഗം നടത്താനും ഞാൻ മടിക്കില്ല. ഇയാളെ നാളെ രാവിലെ ക്ലീൻ ആയിട്ട് കോടതിയിൽ എത്തിക്കണം. ഒരു തുള്ളി മദ്യം ഉള്ളിലുണ്ടാവാൻ പാടില്ല. അത് വക്കീൽ സാർ പേടിക്കണ്ട. ഒരു തുള്ളി പോലും മദ്യപിക്കാതെ ഇയാളെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും. അഡ്വക്കേറ്റ് കമ്മീഷൻ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. ഒബ്ജക്ഷൻ ഫയൽ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാനുള്ളത് കൂടി കോടതി കേൾക്കും. വേണ്ട വക്കീലെ, അഡ്വക്കേറ്റ് ഗോകുലിന്റെ റിപ്പോർട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അനുകൂലമായിരിക്കുന്ന ഞാൻ കരുതുന്നേ. പിന്നെ ഇവന്റെ മൊഴി, അത് മാത്രം മതി നമുക്ക് ജയിക്കാൻ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ ഗോകുലിനെ വെച്ച് കമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമാക്കാനുള്ള സച്ചിയുടെ ഒരു പദ്ധതിയും ഇനി നടക്കാൻ പോകുന്നില്ല. ഗോകുൽ ഇപ്പൊ ശരിക്കും സച്ചിയെ വെറുത്തു കഴിഞ്ഞു. സമൃദ്ധയ്ക്ക് പിന്നാലെ നടക്കുന്ന ഒരു ഭ്രാന്തനെന്ന് മാത്രമാണ് സച്ചിയെക്കുറിച്ച് ഇപ്പോൾ ഗോകുൽ വിചാരിക്കുന്നത്. അതുകൊണ്ട് സച്ചിക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് ഒരിക്കലും ഗോകുൽ സമർപ്പിക്കാനിടയില്ല. സച്ചിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കുന്ന രീതിയിലായിരിക്കും ഗോകുലിന്റെ നാളത്തെ റിപ്പോർട്ട്. അമ്മേ, എന്താടി അമ്മേ, അവിടെ അവിടെ ഒന്ന് വന്നേ. എന്താ? എവിടെ? അവിടെ സിറ്റൗട്ടിലുണ്ട്.